അപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ള അവള് വന്ന് വീട് തുറന്ന് നോക്കിയതാ. അപ്പോഴാണ് അങ്ങനെ കിടക്കുന്നത് കണ്ടത്. പക്ഷെ അപ്പോൾ ലൈറ്റൊന്നും ഇട്ടിക്കില്ല. അപ്പോൾ അവളെ നിലവിളി കേട്ട് ഞാനും ഓടിച്ചെന്ന് നോക്കി. പിന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് കഴുത്തിനെ വെട്ടുപിടിക്കുന്നതാണ്, ഫുള്ള് ബ്ലഡും കാര്യങ്ങളും. കുട്ടികൃഷ്ണൻ ആളെങ്ങനെയാണ്? മദ്യപാനിയാണ്, സ്ഥിരം മദ്യപാനി. ഡെയിലി ഇവിടെ അങ്ങനെ ഒരു മദ്യപിച്ച് വരുന്ന ആളാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് തമ്മിൽ. പക്ഷെ ഇന്നലെ രാത്രി അങ്ങനത്തെ ഒരു സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് രാവിലെ വന്ന് നോക്കുന്നേരം രക്തത്തെ കുടിച്ച് കിടക്കുന്നതാ കണ്ടത്. നമസ്കാരം. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് പൊയിൽക്കാവ് വീട്ടമ്മയെ വീടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൊയിൽക്കാവ് പാറക്കൽത്താഴം സ്വദേശിയായിട്ടുള്ള സുധ എന്ന വീട്ടമ്മയാണ് ഇത്തരത്തിൽ തന്റെ വീടിനകത്ത് വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സുധയുടെ ഭർത്താവായ കുട്ടികൃഷ്ണൻ നിലവിൽ അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് അറിയാത്തത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടികൃഷ്ണൻ സുധയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയതാകാം എന്നുള്ളൊരു സംശയമാണ് പോലീസും നാട്ടുകാരും എല്ലാവരും ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വീടിനകത്ത് സുധയെ കഴുത്തിന് വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും മറ്റും ഈ സംഭവ സ്ഥലത്ത് കുട്ടികൃഷ്ണൻ അന്വേഷിച്ചുവെങ്കിലും കുട്ടികൃഷ്ണനെ അവിടെ എവിടെയും കാണാനായിട്ട് സാധിച്ചില്ല. തുടർന്നാണ് കുട്ടികൃഷ്ണൻ ആയിരിക്കാം ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് നാട്ടുകാരും പോലീസും എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തിനായാലും കുട്ടികൃഷ്ണന് വേണ്ടിയുള്ള അന്വേഷണം പോലീസും നാട്ടുകാരും എല്ലാം ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മരിച്ച രാധേച്ചിയുടെ അയൽവാസി നമ്മളോടെയുണ്ട്. ചേച്ചി, എന്താണ് സംഭവിച്ചത്? സംഭവം വെച്ചാൽ അവരിപ്പോൾ തൊഴിലുറപ്പിനുള്ളതാണ്. അപ്പോൾ അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചി ഇവിടെ വന്നതാണ് ഫോട്ടോ എടുക്കാൻ. അപ്പോഴാണ് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ ആളില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ കണ്ടിക്കില്ല എന്ന് പറഞ്ഞു. മോളെ വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മോളെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അമ്മ ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ള അവള് വന്ന് വീട് തുറന്ന് നോക്കിയതാ. അപ്പോഴാണ് അങ്ങനെ കിടക്കുന്നത് കണ്ടത്. പക്ഷെ അപ്പോൾ ലൈറ്റൊന്നും ഇട്ടിക്കില്ല. അപ്പോൾ അവളെ നിലവിളി കേട്ട് ഞാനും ഓടിച്ചെന്ന് നോക്കി. അപ്പൊ ഈ തൊഴിലുറപ്പിന്റെ ആളിൽ വന്ന സമയത്ത് ചേച്ചിയാണോ കഥ തുറന്നത്? അല്ല, അടുത്ത വീട്ടില് സംഭവിച്ചത്. അന്നേരമാണ് കണ്ടപ്പോൾ നിലവിളി. അപ്പം നിലവിളിച്ചപ്പോഴാണ് ഞാനും ഓടിപ്പോകുന്നത്. അപ്പോഴാണ് ഞാള് മുട്ടി വിളിച്ചപ്പോൾ ഒന്നുമില്ല. പിന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് കഴുത്തിനെ വെട്ടുപിടിക്കുന്നതാണ്, ഫുള്ള് ബ്ലഡും കാര്യങ്ങളും കണ്ടത്. അപ്പോഴേക്ക് പിന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് അല്ല, വേറെ ഒരു ചങ്ങായി ഇല്ല, മുപ്പരിവിടെ ഇല്ല അന്നേരം. ഇതിനു മുമ്പ് ഇവര് തമ്മിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അവരിങ്ങനെ ഡെയിലി ഇവിടെ അങ്ങനെ ഒരു മദ്യപിച്ച് വരുന്ന ആളാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. അതല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അറിയില്ല. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ മക്കളുണ്ട്, 3 കുട്ടികളുണ്ട് അവിടെ വീട്ടിലുണ്ട്. അല്ല, അവര് വേറെ വീട്ടിലാണ്. കല്യാണം കഴിഞ്ഞ് പോയതാണ്. അവർക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മരണം വല്ലാതെ നാട്ടുകാരെ ആകെ നടക്കിയിരിക്കുകയാണല്ലേ. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ സംഭവിച്ചെന്ന് രാവിലെ വന്ന് നോക്കുന്നേരം രക്തത്തെ കുടിച്ച് കിടക്കുന്നതാ കണ്ടത്. ഞാൻ കണ്ടിട്ടില്ലേ, തൊട്ടടുത്ത വീട്ടുകാര്. അങ്ങനെയാണ്. എന്തിപ്പോഴാ സംഭവിച്ചതെന്ന് അറിയില്ല. ഈ കുട്ടികൃഷ്ണൻ രാധയൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു. മദ്യപിച്ചാല് ലേശം ഒരു പ്രശ്നം ഉണ്ടാവും. മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നം എന്നല്ലാണ്ട് വേറെ പരിസരക്കാരോടൊക്കെ നല്ല പെരുമാറ്റം തന്നെ. കൊലപാതകത്തിലേക്ക് പോയെന്നുള്ള ചിലപ്പോ ഒരു തമ്മിലുള്ള എന്തോ പ്രശ്നം കൊണ്ടായിരിക്കാം. ഇത് പോലീസിൽ അറിയിച്ചത് ഈ പ്രദേശത്തുള്ള ഒരു പെണ്ണുങ്ങളെ വിളിച്ചു നോക്കുന്നേരം രക്തത്തെ കുടിച്ച് കിടക്കുന്നു. അപ്പൊ ബോഡി കൊണ്ടുപോയിട്ടുണ്ടോ? ഇപ്പൊ കൊണ്ടുപോയി. കുട്ടികൃഷ്ണൻ എവിടെയാന്നുള്ളത് അറിയില്ല. അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു. ഞങ്ങളൊക്കെ അറിയുന്നേരം ഇവര് 2 പെണ്ണുങ്ങൾ സ്ത്രീകൾ കയറി നോക്കിയപ്പോഴാണ് കാണുന്നത്. അപ്പം തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. ബോഡി കണ്ടിരുന്നു? ഇല്ല, പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് ബ്ലോക്ക് ചെയ്തു. ഈ കുട്ടികൃഷ്ണൻ ആളെങ്ങനെയാണ്? മദ്യപാനിയാണ്, സ്ഥിരം മദ്യപാനി. മദ്യപാനത്തെ തുടർന്ന് ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്നതിനെ കൊണ്ട് ചെറിയ ശബ്ദങ്ങളൊന്നും ഇവരാരും ശ്രദ്ധിക്കുകയില്ല, പതിവായതുകൊണ്ട്. പക്ഷെ ഇന്നലെ രാത്രി അങ്ങനത്തെ ഒരു സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. പിന്നെ എന്താന്നുള്ള നമ്മൾ അറിയുന്നില്ലല്ലോ. ഉറക്കത്താവാം. അയാളെ കാണാനില്ല. അല്ലാതെ സംശയിക്കാനില്ല. ഇവിടെ ഞങ്ങളുടെ പരിസരമൊക്കെ അരിച്ചുപെറുക്കി ഇവിടെ ഇല്ല. നമ്മൾ നാട്ടുകാരോട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുട്ടികൃഷ്ണൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു.
മദ്യപിച്ചു വന്ന വീട്ടിൽ ബഹളം ഉണ്ടാക്കുക പതിവായിരുന്നു എന്നുള്ളതാണ്. 3 മക്കളാണ് ഇവർക്കുള്ളത്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. മക്കൾ ഭർത്താക്കന്മാരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മകനാവട്ടെ ജോലി ആവശ്യാർത്ഥം കോട്ടക്കലുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഈ വീടിനകത്തുണ്ടായിരുന്നത്. അവരാകട്ടെ തങ്ങളുടെ വീട് പൊളിച്ച് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി ഒരു ഷെഡിനകത്തായിരുന്നു താമസിക്കാറുണ്ടായിരുന്നത്. നിത്യവും ഇത്തരത്തിൽ മദ്യപിച്ചു വന്ന് വഴക്കടിക്കുക പതിവായതുകൊണ്ട് തന്നെ ചെറിയ ബഹളങ്ങളൊക്കെ കേട്ടാൽ പോലും നാട്ടുകാരും തന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ വലിയ വിഷമത്തോടു കൂടി പറയുന്നത്. എന്നാൽ ഇന്നലെ ഇത്തരത്തിൽപ്പെട്ട യാതൊരു ബഹളങ്ങളും ആ വീട്ടിൽ നിന്ന് ഉയർന്ന് കേട്ടിട്ടില്ല എന്നുള്ളതും അവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് തൊഴിലുറപ്പിന്റെ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തിയ യുവതികളാണ് വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നി വാതിൽ പൊളിച്ച് അകത്ത് കിടക്കുകയും ആ സമയത്ത് ഇത്തരത്തിൽ നിലത്ത് സുധ വീണ് കിടക്കുന്ന കാഴ്ച കാണുകയും ചെയ്തത്. കഴുത്തിന് വെട്ടേറ്റ നിലയിലായിരുന്നു, രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു സുധയെ കണ്ടെത്തിയതെന്നുള്ളതാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. അത് അവർ തന്നെയാണ് പോലീസിൽ അറിയിക്കുന്നതും തുടർന്ന് പോലീസ് എത്തി മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തിനേലും വലിയ ഒരു ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് അനുമാനിക്കാനായിട്ട് സാധിക്കുക കുട്ടിക്കൃഷ്ണൻ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളഞ്ഞതായിരിക്കാം എന്നുള്ളതാണ്. ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വലിയ അന്വേഷണത്തിലാണ്, കുട്ടിക്കൃഷ്ണന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് മുതലായ പ്രദേശങ്ങളിലെല്ലാം തന്നെ കുട്ടിക്കൃഷ്ണന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തിനായാലും ഒരു വീട്ടമ്മ ഇത്തരത്തിൽ ഇന്ന് കൊലക്കത്തിക്കിരയായി മരണപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.